നിങ്ങളെ അമ്മോശം കാക്കമാരാണ് ഇവിടെ ഇളച്ചത്, നിങ്ങളെ മരുമക്കളാണ് ഇവിടെ ഇളച്ചത്. അപ്പം ഇങ്ങനെ ആ റെസ്പെക്റ്റോട് കൂടി വേണം സംസാരിക്കാം. ഞങ്ങളെ വീട്ടുമാരാരെങ്കിലും പറഞ്ഞ ചർച്ചയ്ക്ക് അത് മനസ്സിലാക്കിയ പോലെ ഞങ്ങൾക്കുള്ള റെസ്പെക്റ്റ് എന്നാന്ന് വെക്ക്. മക്കൾക്ക് നിങ്ങളെ കാണണമെന്നില്ല, ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്നാ കൂടെ പറയും. അതിനിങ്ങനെ നാം പറയാനല്ലോ, നാക്ക് നോക്കി എവിടെയെങ്കിലും പുറപ്പെടാനല്ലേ പറയാനല്ലേ, അപ്പഴത്തേ ഞങ്ങളത്തേക്ക് വന്നു കല്യാണം കഴിഞ്ഞ് 1 മാസത്തേക്ക് ഇയാൾ ഏതെങ്കില്ല, അത് കഴിഞ്ഞിട്ട് ഫണി ഇയാൾക്കില്ല. ഈ വിഷയം പറയാൻ നാക്ക് പിടിയുള്ള തന്നെ 1 മാസം കഴിഞ്ഞോടെ നാം ആദ്യം ആയിപ്പോലെയാ എത്ര ഉറുപ്പ്യ കൊടുത്താന്. ഷെൽഫ് മൊത്തം എല്ലാ സാധനവും നിറച്ച് അവളെ പുരയൊക്കെ കൊടുത്ത് 1 മാസം കഴിഞ്ഞ് ഇതിലെ തീനു പോയി, പിന്നെ നാം പുറത്തായിപ്പോയി. ഇയാളെ കൂടെ എത്ര വട്ടം ഞാൻ ചൊല്ലിപ്പോയി താടി ഒന്ന് വെട്ടിച്ചു മാറി അന്ന മോക്കി ഇയാളെ കണ്ടെത്തണ എട്ടമ്മയുണ്ട്. താടി ഒന്നും വെട്ട വലിയ വലിയ ബുദ്ധിജീവിമാരെല്ലാം ബൈക്കിന്റെ താടിയാണ്. കാൾമാക്സ്, രവീന്ദ്ര ടാഗോർ, ടോയ് സ്റ്റോറി ഇവയെല്ലാം വെച്ച താടിയത്. പിരാതന്മാരും താടി കഴിക്കുന്നത്. ഈ വനിതാ ക്ലാസ് സമ്പാടും ചാലാണ്ടിയാണ്, ഞങ്ങൾ പുരുഷന്മാരെ ക്ലാസ്സുകാരെ തന്നെ. ക്ലാസ് അങ്ങ് എല്ലാവർക്കും ബൈക്കുണ്ട്, പെണ്ണിനും ബൈക്കുണ്ട്, ആണിനും ബൈക്കുണ്ട്. ഒരു PTA മീറ്റിംഗ് വിളിച്ചാലോ, ഒരു മദ്രസ മീറ്റിങ്ങിനും വിളിച്ചാലോ ഒരാണെങ്കിലും വേണ്ടിയാ ഈ പെണ്ണികളില്ലാതെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ എവിടെയുണ്ട് പുരുഷന്മാർക്ക് ഇനി ക്ലാസ് വേണ്ടായേ. നേരത്തെ ഈ തലാഹുഷുകളുടെ വിഷയം കൊണ്ടില്ല, വലിയ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കേസായി കഴിഞ്ഞാൽ നിങ്ങൾ കോടതി ഇറങ്ങിയതാകേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് നല്ല നിയമോപദേശം നൽകുവാൻ വേണ്ടി ഒരു വക്കീലെ വിളിച്ചിനെ, അയാളൊന്നും എന്നെ എത്തിക്കൊണ്ടു വണ്ടി എടുത്തോളൂ. എന്നാണ് അത് ചെറിയൊരു കുടുംബ പ്രശ്നം. വക്കീല എങ്ങനെ കുടുംബ പ്രശ്നം? വക്കീൽ തന്നെയല്ല മനുഷ്യമാലി.